അപ്പോൾ നിങ്ങൾ രാത്രി വാട്സപ്പിൽ കളിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്കൊരു വീഡിയോ കോൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് വീഡിയോ കോൾ എടുക്കും. ഇതാരാന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് അൺകോൺ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കും. എടുത്തു നോക്കിയതിന് ശേഷം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ കോളിൽ വ്യക്തമായ വീഡിയോകളായിരിക്കും കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ 1 മിനിറ്റോ ചിലപ്പോൾ 30 സെക്കൻഡൊക്കെ ആയിരിക്കും ആ വീഡിയോ കോള്. പിന്നീട് അത് കട്ടാവുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഇത് ആരാന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും നോക്കും. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കോഡ് പോകില്ല, ചിലപ്പോൾ കോഡ് അവിടെ വെച്ച് കട്ടാവുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടുകളായിരിക്കും കുറേ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അവർ ചിലപ്പോൾ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നത് ഏകദേശം വലിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളടുത്ത് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ആദ്യം പരിഭ്രാന്തനായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും കടം മേടിച്ച പണം അടയ്ക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആരോടും പറയില്ല. പേഴ്സണൽ ആയതുകൊണ്ട് നമ്മൾ ആരോടും പറയില്ല. നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കും. കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ ആ പൈസ കൊടുക്കുന്നത്. പൈസ കൊടുത്തതിന് ശേഷം പിന്നെ യാതൊരു ശല്യം ഉണ്ടാവില്ല. പിന്നെ അത് മൊത്തം പോയതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് നഷ്ടമാകുന്നത് വലിയൊരു തുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2Tech. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് വീഡിയോ കോൾ എങ്ങനെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് വാട്സപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പല യൂട്യൂബേഴ്സും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏവരും കണ്ടു കാണും. അത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോവുക. കുറച്ച് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ ഒരു 9 മണി കഴിഞ്ഞാൽ വാട്സപ്പിൽ വീഡിയോ കോൾ വരുന്നതായിരിക്കും. വീഡിയോ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അറ്റൻഡ് ചെയ്യും. ഇതാരാന്ന് അറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്? ആ വീഡിയോ കോൾ ചിലപ്പോൾ വല്ല കമ്പ്യൂട്ടറിന്റെ മുമ്പിലും വെച്ചിട്ട് വീഡിയോ പ്ലേ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റിയലി ആയിരിക്കും, അത്ര റിയാലിറ്റിയിലായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് റിയാലിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താക്കും? നമ്മൾ കുറച്ചു നേരം ആ വീഡിയോ കോളിൽ ഇങ്ങനെ കാണുകയും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും. സംസാരിക്കുകയും ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് 1 മിനിറ്റോ അല്ലെങ്കിൽ ആ 30 സെക്കൻഡിനുള്ളിൽ ഈ വീഡിയോ കോൾ കട്ടാവുന്നതായിരിക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും തിരിച്ച് അങ്ങോട്ടൊന്ന് വിളിക്കും. അങ്ങോട്ട് വിളിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ കോൾ പോവില്ല, ചിലപ്പോൾ കോൾ കട്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും, ഒരു മെസ്സേജ് വാട്സപ്പിൽ തന്നെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. നമ്മൾ വീഡിയോ കോൾ ചെയ്ത കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ ആയിരിക്കും, കുറേ സ്ക്രീൻഷോട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളൊന്ന് രാത്രിയിൽ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് പേടിച്ച് ഭയന്ന് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഏകദേശം ഒരു വലിയ തുകയായിരിക്കും. നമ്മളെ കയ്യിൽ ഈ തുക കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഇവർ നമ്മളെ അടുത്ത് പറയുന്നത് ആരടുത്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് താങ്ങിങ് ഇങ്ങനെ എന്നൊക്കെ പറയും, നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ആ ചതിക്കുഴിയിൽ വീണിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താക്കും? നമ്മൾ പേടിച്ച് എവിടെന്നെങ്കിലും എമൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ അങ്ങനത്തെ വീഡിയോസുണ്ട്. ഫേസ്ബുക്കിൽ പിന്നെ അങ്ങനത്തെ കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ കോൾ നിങ്ങൾക്ക് വന്നെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തൊരു വീഡിയോ കോൾ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക. പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവരെന്തായാലും അതിനുള്ള പ്രതിവിധി ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളാൽ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ വീഡിയോ കോൾ വന്ന ആ നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്തിടുക. ആ ബ്ലോക്ക് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് ഓണാക്കരുത്. നിങ്ങൾക്ക് പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടും നിങ്ങൾക്ക് അത് വേറെ ഏതെങ്കിലും മീഡിയയിലൂടെയോ വേറെ ഏതെങ്കിലും ആപ്പിലൂടെ നമുക്ക് ആ മെസ്സേജ് വന്നെന്നിരിക്കട്ടെ. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾ ആ അടുത്തുള്ള സൈബർ സെല്ല്, പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് പറയുക. കാര്യങ്ങൾ പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നോക്കിക്കോളൂ. ഇപ്പോൾ ഇത് പിന്നെയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് ഏകദേശം 3.8 ആണ് പ്ലേ സ്റ്റോറിലുള്ള റേറ്റിംഗ്. 10K ഡൗൺലോഡ്സും ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം കുറച്ച് MB ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ചെറിയൊരു ആഡ്സെൻസ് വരും, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് കുറച്ച് ഓപ്പൺ ആവാൻ കുറച്ച് താമസമായിരിക്കും. എന്നിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അത് നമ്മളെ സെറ്റിങ്സിലായിരിക്കും പോകുന്നത്. ഇനി നമ്മൾ ആപ്പ് ഒന്ന് പെർമിഷൻ ഒന്ന് ആലോ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പെർമിഷൻ ഒന്ന് ആലോ ചെയ്ത് കൊടുക്കുകയാണ്. പെർമിഷൻ ആലോ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ പെർമിഷനൊക്കെ ആലോ ചെയ്യാൻ വരും. കുറേ പെർമിഷൻ ആലോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിസ്റ്റം സെറ്റിങ്സ് നോട്ടിഫിക്കേഷനൊക്കെ പെർമിഷനൊക്കെ ആലോ ചെയ്യണം. ഞാനിവിടെ ആലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഞാനിതൊക്കെ ഒന്ന് ആലോ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതായിട്ട് കാണാൻ സാധിക്കും. അതിന് നമുക്ക് മൈ ക്രിയേഷൻ സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ എന്താക്കണം, നമ്മൾ അവിടെ സ്റ്റാർട്ട് കൊടുക്കണം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പെർമിഷൻ ആലോ ചെയ്യണം. നമ്മൾ അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പെർമിഷൻ ഒന്ന് ആലോ ചെയ്യുക. ഇതാ ഞാൻ പെർമിഷനൊക്കെ ഒന്ന് ആലോ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇത് വർക്കാവുമെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് വീഡിയോ ക്വാളിറ്റി എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ 480x360 അത്ര ക്വാളിറ്റിയിലാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് ഓഡിയോ വേണമെന്നുണ്ടാവും, ഓഡിയോ അടക്കം വേണമെന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അവിടെ ഓഡിയോ വേണമെങ്കിൽ അതൊന്ന് ഓണാക്കി ഇടുക. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കി. ഇനി നമുക്ക് അവിടെ ബബിൾ സൈസ് വേണമെങ്കിൽ മേലെ ബബിൾ ഉണ്ടാവും, അവിടെ ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ അതെല്ലാം ഓണാക്കിയതിന് ശേഷം പെർമിഷനൊക്കെ ഒന്ന് ആലോ ചെയ്തു. അപ്പോൾ നമുക്കവിടെ ഓണായതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ എന്താക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രീന് മൊത്തം റെക്കോർഡ് ആവുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കണ്ടോ, ഞാനിപ്പോൾ ഫുൾ സ്ക്രീന് മൊത്തം റെക്കോർഡാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താക്കണം, നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കും. പിന്നെ അവിടെ ചുമപ്പായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് മൊത്തം റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അവിടുത്തെ ഒരു ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, വാട്സപ്പിൽ നമ്മൾ എന്താക്കുക, നമുക്ക് ഇപ്പോൾ എല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ആരെയും വീഡിയോ കോളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും റെക്കോർഡാവും. ഓഡിയോ അടക്കം വീഡിയോ കോൾ വരുമ്പോഴൊക്കെ നമുക്ക് ഓഡിയോ അടക്കം റെക്കോർഡാവുന്നതായിരിക്കും. ഇനി നമുക്കിതെങ്ങനെ ഓഫാക്കാം, അതിന് നമ്മൾ മൈ ക്രിയേഷനിലേക്ക് പോവുക. അവിടെ പോയതിന് ശേഷം നമുക്ക് അവിടെ എത്ര എണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നമ്മളവിടെ നിന്ന് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ ഇത് ഗ്യാലറിയിൽ ഉണ്ടാവും, ഗ്യാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാവും. ഞാൻ ഗ്യാലറി ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. എന്നിട്ട് അത് നമ്മളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ബബിൾ സൈസിൽ സ്ക്രീൻ റെക്കോർഡ് പോലത്തെ ഒരു സംഭവം. പക്ഷേ ഇത് സ്ക്രീൻ റെക്കോർഡല്ല, സ്ക്രീൻ റെക്കോർഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഡ്സാണ്. ആഡ്സിന് വരുന്ന ഒരു 5 സെക്കൻഡൊക്കെ വരുന്നുള്ളൂ. അതൊന്നും നമ്മൾ കാണണം. അത് കണ്ടതിന് ശേഷം നമ്മളൊന്ന് ബേക്ക് അടിക്കണം. ബേക്ക് അടിച്ചാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ പ്ലേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കിത് സ്ക്രീനിൽ വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി ഇടാം കേട്ടോ, ബബിൾ സൈസിൽ അല്ലാണ്ട് നമുക്ക് ഓഫാക്കി ഇടാം. അതിനായിട്ട് നമ്മൾ റെക്കോർഡിംഗ് ബബിൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ ആ സംഭവം കാണും. അപ്പോൾ നമുക്ക് അതൊന്ന് ഓഫാക്കി ഇടുക. എന്നിട്ട് നമ്മളെല്ലാ സംഭവം ഒന്ന് ഓണായിരിക്കും, അതെല്ലാം നമ്മൾ ഓഫാക്കി ഇട്ടാൽ ഇത് പിന്നെ സ്ക്രീനിൽ കാണാവുന്നതായിരിക്കില്ല. അതിങ്ങനെ അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് പല സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ സാറുമാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ എന്താക്കണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എന്താക്കും, അത് നോട്ട് ചെയ്യും. അത് നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് പിന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അക്ഷരങ്ങളൊക്കെ ഒന്നും മനസ്സിലാകാതിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ സമയം ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ആലോചിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വീഡിയോ കോള് നമ്മളെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഏകദേശം കുറച്ച് MB ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും യൂസ്ഫുൾ ആവും. ഇൻഫോർമേറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് യൂസ്ഫുൾ ആവും. അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളിപ്പോൾ വേസ്റ്റ് ചെയ്ത ടൈം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഉപകാരപ്പെടുന്ന ടൈം തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.